നിന്റെ അച്ഛന്റെ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഫാൻ അറിഞ്ഞ ഒരു കാലത്ത് അറിയോ? ഓ മൈ ഗോഡ്, കണ്ണഞ്ചിപ്പിക്കുന്ന റിപ്ലൈയുമായിട്ട് അശ്വന്ത് ഗോ റിവ്യൂ കിങ് കോപ്പ നമ്പർ 6 എന്തിനാ കിട്ടിയെന്നുള്ളത് കാണാം. സ്വന്തം കാശ് ഇറക്കിയ ഒരു പ്രൊഡ്യൂസർ ഇപ്പതാ ഇവിടെ അംഗം അപരാധം തൊലിഞ്ഞ പടം. ആ പടം കൊള്ളത്തില്ലെന്ന് പറയും. അയാളൊന്നും പൂറാ മേടിക്കത്തില്ല. FFP കേട്ടിട്ടുണ്ടോ? ഫേസ്ബുക്ക് ഒരു കാലത്ത് എല്ലാ നടന്മാർക്കും പേരുണ്ടായിരുന്നു. അയാളെ വായിലിരിക്കുന്ന കേൾക്കരുത്. അന്താൾ മുട്ടാൾ. എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. തന്നോട് ചർച്ച 1 ലക്ഷം രൂപ താൻ കണ്ടോന്നോ? താൻ പറയുമല്ലേ 1 ലക്ഷം രൂപ മേടിച്ചെന്ന്. തന്നിട്ടുണ്ട്. കേട്ടായിരുന്നോ? അച്ഛന്റെ അച്ഛനും ഒക്കെ വിളിക്കുന്നുണ്ട്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് ഗോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. ഇത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സംഭവമായി പോയി. നമ്മളെ ശരിക്കും നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയേണ്ടുന്നത് അശ്വന്ത് ഗോക്ക്, 2 ഉണ്ണി വ്ളോഗ്, പിന്നെ ഈ അശ്വന്ത് ഗോക്ക് ഈ അശ്വന്ത് ഗോക്കൊക്കെ വർഷങ്ങളായിട്ട് ഇതിൽ കിടന്ന് മെഴുകുന്ന ടീമുകളാണ്. അങ്ങേരുടെ വായിലിരിക്കുന്ന കേട്ടാ കേൾക്കും. ഒന്നാമത്തെ കേസ്, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ട്രോളുകളും ഗ്രൂപ്പുകളും ഒക്കെ ഓൾറെഡി പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുള്ള മനുഷ്യനായാല്. അപ്പൊ അയാൾക്ക് സിനിമാ റിവ്യൂവിലേക്ക് അയാൾ മാന്യമായ രീതിയിലേക്ക് എത്തിയത് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. അശ്വന്ത് ഗോക്ക് മാന്യനായിട്ട് കോക്കെന്ന് പറഞ്ഞ നീ എന്ത് എടാ പാറുപടാ. കോക്കിന് PR ചെയ്യാൻ വന്നല്ല കേട്ടോ. കോക്ക് അപരാധം കാണിച്ചാൽ അവൻ അപരാധം എന്ന് പറയും. ഇതിനകത്ത് എങ്ങനെ അപരാധം എന്ന് പറയാൻ പറ്റും? അയാളെ സ്വന്തം പേജിൽ, അയാളെ യൂട്യൂബ് ചാനലിൽ അയാൾ പണം കൊടുത്ത്, അയാൾ മൂല്യം കൊടുത്തൊരു സാധനം കണ്ടിട്ട് അതിന്റെ അഭിപ്രായം അയാൾ പറയുന്നത്, അയാളെ ആൾക്കാർ വന്ന് കാണുന്നതിന് അയാളെ കുറ്റം പറയാൻ പറ്റുമോ? അയാൾക്ക് ഓഡിയൻസ് ഉണ്ട്, അതുകൊണ്ട് അയാളെ വന്ന് കാണുന്നു. 4 ലക്ഷം 4.5 ലക്ഷം ആൾക്കാർ അയാളെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. 10 ലക്ഷത്തിന് മേലെ ആൾക്കാർ അയാളുടെ വീഡിയോ കാണുന്നുണ്ട്. അത് ചെറിയ കാര്യമല്ല. എനിക്കുണ്ടാക്കിയ നഷ്ടം എന്ന് പറയുന്നത് നഷ്ടം ചെറുതല്ല. പുള്ളിയുടെ വ്യൂസ് എന്ന് പറയുന്നത് ഏതാണ്ട് 2.5 ലക്ഷം. 2.5 ലക്ഷം എന്ന് പറയുമ്പം ഇപ്പോ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ മിനിമം അങ്കാത്തഹാസം. നിങ്ങളുടെ ഭാഗ്യം 2.5 ലക്ഷം അയാളെ ഏറ്റവും ചെറിയ വ്യൂ എന്ന് തോന്നുന്നു. ബാക്കിയുള്ളവരെയൊക്കെ അറിയുക. നിന്റെ അച്ഛന്റെ കുറച്ച് നീക്കിവിടാം എന്ന് പറയുമ്പോ കയ്യടിച്ചവണ ഞാൻ. നിന്റെ അച്ഛന്റെ ഫാനാണ് ഞാൻ. ഉളുപ്പിടാ നിനക്ക് എന്നെ കുറിച്ച് പറയാൻ. ഞാൻ വെല്ലുവിളിക്കുന്നു. ഐ ചലഞ്ച് യു, ഐ ഡെയർ യു, ഐ ഡബിൾ ഡെയർ യു. ഞാൻ പൈസ വാങ്ങിയതിന് എന്തെങ്കിലും കണക്ക് കാണിച്ചു തന്നാൽ ഈ പണി ഞാൻ നിർത്തും. ഓ ചുമ്മാരി. ഒരു ചാക്കിൽ കിട്ടിയിട്ട് എനിക്ക് കാശ് പിന്നെ എൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റിന് എടുത്ത് കൊടുക്കുകയാണോ, എന്നിട്ട് ഞാൻ ആ കാശ് എടുത്തിട്ട് ഞാൻ തീരുമാനിക്കുകയാണോ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് പറയണോ നെഗറ്റീവ് പറയണമെന്ന്? അല്ലാതെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇതിന് പ്രൂഫ് കാണുമല്ലോ. എനിക്ക് ഒറ്റ ബാങ്ക് അക്കൗണ്ടുള്ളൂ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പേരാമ്പ്ര ADB. അങ്ങോട്ട് കഴിയുമ്പോൾ കുറച്ചങ്ങ് ഇളകുന്നു. തെളിവ് കാണിക്കേ. ഞാൻ വയലൻ്റെല്ല, ഞാനൊന്ന് ഹൈ കൊടുത്താം. തെളിവ് കാണിക്കടാ. ഇവൻ പറയുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ല, എൻ്റെ ആൾക്കാരാണ് ഇവനായിട്ട് ബന്ധപ്പെടുന്നതെന്ന്. എൻ്റെ ഏത് ആൾക്കാരടാ? പണ്ടിക്കരിമ്പാറ എൻ്റെ ഏത് ആൾക്കാരെ? എനിക്ക് ഏത് ആൾക്കാരെ? ഞാൻ തനിയാൾ. അത് ഉള്ളത് തന്നെയാണ് കേട്ടോ. അങ്ങേരെ ഒറ്റയ്ക്കുള്ളവരെ പേടിക്കണം. ചുമ്മാ ചൊറിയാൻ പോകരുത്. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നവരാ. എനിക്ക് കൂടെ ആളുണ്ട് കേട്ടോ. അവൻ എനിക്ക് ഇട്ട് തരുന്ന വീഡിയോയുടെ ഇത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. എഡിറ്റ് ചെയ്യുന്നതൊക്കെ പയ്യന്മാർ, നമ്മളല്ല. പക്ഷെ നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ പറയും, ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യും. എൻ്റെ ഏത് ആൾക്കാരെ? പട്ടികളെ ഞാൻ പറയുന്നേ. എടാ മാധവ് സുരേഷേ, നാണം ഉണ്ടെങ്കിൽ നീ നിനക്ക് എവിടെ നാടാ ഞാൻ പൈസ വാങ്ങിച്ചത്? എവിടെയാണ് പൈസ വാങ്ങിച്ചത്? നിന്റെ ഏട്ടനുണ്ടല്ലോ ഗോകുൽ സുരേഷ്,
പുള്ളിയുടെ പഠനത്തിനൊക്കെ എത്ര ഞാൻ മാന്യമായിട്ട് എത്ര എനിക്ക് ഇഷ്ടപ്പെട്ട പോസിറ്റീവ് റിവ്യൂ എടുത്ത ആളാണ് ഞാൻ. ആടാ പൈസ വാങ്ങിയത് കാണിക്കടാ. കേരള പോലീസ് എന്ന് ഉമ്മ നിൽക്കോ എന്നെ ACP ക്വസ്റ്റ്യൻ ചെയ്തോടാ. എന്റെ ACP ക്വസ്റ്റ്യൻ ചെയ്തേടാ. അങ്ങനെ വായിക്കുകയാണ് എന്നെ ആരൊക്കെയാ ക്വസ്റ്റ്യൻ ചെയ്തേ? ക്രൈംബ്രാഞ്ച് വരെ വന്ന് റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് എറണാകുളം. എടാ താടി, കള്ളത്താടി, പരട്ടത്താടി, നിന്നെ ഞാൻ എന്താടാ ിരിക്കും കേട്ടാ. നീ എത്ര കോടീശ്വരനായി കഴിയണം. നീ ഏത് മറ്റേ കൊമ്പത്തിരി നീ 4.5 കോടി നിനക്ക് നാളല്ലടാ. 4.5 കോടി ഈ മറ്റേ മാധവ് സുരേഷിനെ വെച്ചിട്ട് 4.5 കോടി മുടക്കിയെന്ന്. എന്തായാലും പുള്ളിയുടെ റിവ്യൂ പോയി കണ്ടാൽ മതി. നല്ല രീതിയിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അത് മൊത്തം ഇവിടെ കാണിക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനെന്നാ യൂട്യൂബായിട്ട് അങ്ങനെ നിന്നാൽ പോരെ. അത്രയൊക്കെ ഉള്ളു. ഇത്രയും ഉപകാരമുള്ള ഒരു ജീവിയെ, ആ ജീവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കഴിവ് കൊടുത്ത് അതിനെ നിങ്ങൾ പരിശീലിപ്പിച്ച് ഉപയോഗപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞ ജീവിയെ തൊടുമ്പോഴേക്കും പോയി 7 പ്രാവശ്യം കഴുകണം, മണ്ണിട്ട് കഴുകണം എന്നൊക്കെ പറയുന്നത് എന്ത് യുക്തി അതിന്റെ പുറകിലുള്ളത്? ഒരു യുക്തിയും അതിന്റെ പുറകിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിലും നമുക്ക് കാണാൻ കഴിയില്ല നായയെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം എന്ന ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ ഇല്ല. നായയെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം എന്ന് പറയുന്ന ഒരു ഹദീസും ഇല്ല. ഉള്ള ഹദീസ് പോലും നമുക്ക് മനസ്സിലാകുന്നത് നായ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൽ തലയിട്ടാൽ അത് കഴുകണം എന്ന് പറയുന്ന ഹദീസാണ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുള്ളൂ. ബുദ്ധിയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ട് ഈ ഒരു മേഖലയിലല്ലേ. നന്നായി. അടുത്തത് ബൈസെപ്സ് ഡംബൽകള്. ഡംബലിലാണോ അതോ ബാറിലാണോ? ഡംബലിലുണ്ട. അയ്യോ ആശാന്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കണേ? ഒന്നുമില്ല, നീ ചെല്ലു. ചുമന്നിരിക്കണു. ഒന്നുമില്ലടാ, നീ ചെല്ലു. വടക്കൻ കളരികളിൽ എണ്ണം പറഞ്ഞു വെട്ടുന്ന പാരമ്പര്യമുണ്ടെന്നറിയാം. പക്ഷെ എന്റെ കളരി വെട്ടിന്റെ എണ്ണമല്ല, ആഴമാണ് കണക്ക്. മോനെ ഇത്രയും പക്വതയൊന്നും പാടില്ല കേട്ടോ ഈ പ്രായത്തിൽ. നിർത്താൻ ഇതൊന്നും നല്ല ചെറിയ കാര്യം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഭയങ്കര പക്വതയുള്ള പയ്യൻ. കൊള്ളാണ്ടാ മോനെ നീ. അവനൊരു വലിയ നിലയിലെത്താൻ, ക്യാപ്റ്റൻ ആവാൻ ഭയങ്കര കേപ്പബിലിറ്റി ഉള്ള പയ്യനാണ്. മറ്റ് ചർച്ചാ വിഷയങ്ങളൊന്നുമില്ല, ഇതൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു വന്നു. കൊള്ളാം. മൂവി കാശ് കൊടുത്ത് കാണുന്നുണ്ടെങ്കിൽ റിവ്യൂ പറയുക തന്നെ ചെയ്യും. അതിന് സൈബർ പോലീസിന് കേസെടുക്കാനൊന്നും പറ്റത്തില്ല. കഥ പറയുമ്പോഴാണ് ഇച്ചിരെങ്കിലും പ്രശ്നമാവുന്നത്. അവിടെയും സ്പോയിലർ അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കഥ പറയാൻ പോവാണെന്ന് നമ്മൾ അറിയിച്ചുകൊണ്ട് കഥ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ കാണണ്ടാത്തവർക്ക് കാണണ്ടവർ മാത്രം കണ്ടാൽ മതി. മറ്റ് ചർച്ചാ വിഷയങ്ങളുമായിട്ട് ഞാൻ ഇനി എത്തുമെന്ന് പറഞ്ഞുകൊണ്ട്